ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ണൂർ ഭാഗത്തൊക്കെ കണ്ടുവരുന്ന കൽമാസ് എന്ന് പറഞ്ഞ സ്നാക്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ദോശക്കൊക്കെ എടുക്കുന്ന ഒരു പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതൊന്ന് കഴുകി വാർത്തെടുത്തതാണ്. അതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1 പച്ചമുളക് നല്ല എരിവുള്ളതായത് കാരണമാണ് ഒരെണ്ണം ചേർക്കുന്നത്. എരിവ് കുറവുള്ളതാണെങ്കിൽ 2 വരെയൊക്കെ ചേർക്കുക ഈ ഒരു അളവിലേക്ക്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി അതല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചി ചെറിയ പീസ് മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് ഓവറായി പോവരുത്. ഇത് അരഞ്ഞു കിട്ടാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് അരയൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ കുറച്ച് തരിയായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരിക്കും അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. കുറച്ച് തരിയുള്ള ആ ഒരു രൂപത്തിൽ നന്നായിട്ട് ഫൈനായിട്ട് അരക്കണ്ട. അപ്പോൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ സാധാരണ അരിപ്പൊടി നമ്മൾ പത്തിരി, നൈസ് പത്തിരി, അതുപോലെ തന്നെ അപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പൊടിയില്ലേ, സാധാരണ വറുത്ത അരിപ്പൊടിയാണെങ്കിലും പച്ച അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ആ ഒരു പാകം നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1 കപ്പും പിന്നെ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും. എന്നിട്ടാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പാകമായി കിട്ടിയത്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഉരുളയാക്കി എടുക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്തിട്ട് അരി അരക്കാതിരിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർക്കുക. കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അരിപ്പൊടി ചേർത്ത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കേണ്ടി വരും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് എണ്ണ കയ്യിൽ തടവി കൊടുത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് കുറച്ച് ഇതൊന്നൊരു മാവ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലാണ് കേട്ടോ ഇത് പരത്തി കൊടുക്കുന്നത്. ഒരുപാട് കനം കുറഞ്ഞ് പോവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കനം കൂടി പോവാനും പാടില്ല കേട്ടോ. ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തി കൊടുക്കാം. ഇനി ഇതിനുള്ളിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഏത് ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ്. ഇത് ഞാൻ മുന്നേ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ് അതിലുണ്ട്. കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ കൂട്ടിക്കൊടുക്കാം. 2 കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഉന്നക്കായയുടെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇതെടുക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു മാവ് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി നോക്കി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഷേപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇതിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ഈ ഒരു കോട്ടിങ് തന്നെയാണ് കേട്ടോ. നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു മാവുണ്ടല്ലോ, അതുതന്നെയാണ്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയും കുറച്ച് വ്യത്യസ്തമാണ്. സാധാരണ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് എണ്ണയിൽ പെട്ടെന്ന് അങ്ങോട്ട് വറുത്തെടുക്കല്ലേ ചെയ്യല്, അതുപോലെയല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഫില്ലിങ്ങും വെച്ച് കൊടുക്കാം. ബീഫ് കൊണ്ടുള്ളതോ മുട്ട കൊണ്ടുള്ളതോ അതല്ലെങ്കിൽ ചിക്കൻ കൊണ്ടുള്ളതൊക്കെ ഏത് ഫില്ലിങ് വേണമെങ്കിലും നമുക്ക് സാധാരണ നമ്മൾ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റീമറിൽ ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട്. വാഴയില അവൈലബിൾ ആയിട്ടുള്ളവർ അങ്ങനെ അത് വെച്ചിട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതൊരു 15 മിനിറ്റ് നമ്മൾ ഇതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. 15 മിനിറ്റോളം വേണം കേട്ടോ ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. എനിക്ക് 15 മിനിറ്റ് കൊണ്ടാണ് ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒന്നിന് മീതെ ഒന്നായി വെച്ച് കൊടുത്തു എന്ന് കരുതിയിട്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരിപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ. നല്ല എരിവുള്ള ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്താൽ മതി. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് ഉണ്ടാക്കിയാൽ നമ്മൾ ഈ ഒരു ഇതിൽ മുക്കി പൊരിക്കുന്ന സമയത്ത്, സ്നാക്ക് ഇതിൽ മുക്കുന്ന സമയത്ത് നല്ലൊരു കോട്ടിങ് അതുമ്മൽ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതല്ല, എരിവ് കൂടുതൽ വേണ്ടാന്ന് കരുതിയിട്ടാണ്, കോട്ടിങ് ചെറുതായിട്ട് മതിയെന്ന് കരുതിയിട്ടാണ് ഒന്നുകൂടെ ലൂസാക്കിയത്. അപ്പോൾ ഇത്ര ലൂസാകേണ്ട കാര്യമില്ല കേട്ടോ. കുറച്ചുകൂടെ ടൈറ്റായ വിധത്തിലൊന്ന് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ കൂടുതൽ എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ലൂസ് ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അധികം എരിവുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കോട്ട് ചെയ്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കോട്ടിങ്ങിൽ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു എരിവും അതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മാവിൽ ചേർത്തിട്ടുള്ള സംഭവങ്ങളുടെ ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മുളക് പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു അരിപ്പൊടിയുടെ ആ ഒരു കോട്ടിങ്ങും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. ഇത് ശരിക്കും ഫ്രൈ ആയി വരുന്നത് വരെ തന്നെ നമുക്ക് കരിയാണ്ട് ഇത് കിട്ടും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം തിരിച്ചും മറിച്ചു വിട്ടിട്ട് എല്ലാ വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ ഇതിന് മുന്നേ ഈ സ്നാക്ക് ട്രൈ ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റെയിനറിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്